ഹലോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇതുവരെ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിജിറ്റൽ റൈറ്റ് ഫംഗ്ഷനും കണ്ടു, അനലോഗ് റീഡ് ഫംഗ്ഷനും കണ്ടു അല്ലേ. അപ്പോൾ ഡിജിറ്റൽ റൈറ്റ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്ത് എന്തിനായിരുന്നു? എനിക്ക് ഈ വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ. ഒരു പർട്ടിക്കുലർ ഡിവൈസിൽ ഞാനൊരു മോട്ടറോ അല്ലെങ്കിൽ LED കൊടുത്ത് ഞാൻ ഡിജിറ്റൽ റൈറ്റ് വഴി പ്രോഗ്രാം എഴുതുമ്പോൾ എനിക്ക് ഒന്നെങ്കിൽ ഈ മോട്ടർ ആണെങ്കിൽ മോട്ടറിൻ്റെ ഓൺ ആക്കാം, അല്ലെങ്കിൽ LED ഓൺ ആക്കാം, അല്ലെങ്കിൽ ഓഫ് ആക്കാം അല്ലേ. ഓൺ അല്ലെങ്കിൽ ഓഫ് ഇത് മാത്രമേ നടക്കത്തുള്ളായിരുന്നു അല്ലേ. പക്ഷേ വാട്ട് ഇഫ് എനിക്ക് ഈ ഒരു ഫാൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യണം? അതായത് ഞാൻ ഇങ്ങനെ ഒരു നോബ് തിരിക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതല്ല, ഞാൻ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എനിക്കിപ്പോൾ LED ഇങ്ങനെ കൂട്ടുകയും നമുക്ക് ഇഷ്ടം അനുസരിച്ച് കുറയ്ക്കുകയും ചെയ്യാൻ പറ്റണം. ഈ ഒരു ടാസ്ക് നമുക്ക് ഡിജിറ്റൽ റൈറ്റ് ഫംഗ്ഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. ഡിജിറ്റൽ സിഗ്നലിൻ്റെ പ്രശ്നം എന്തായിരുന്നു? ഡിജിറ്റൽ സിഗ്നൽ ഒന്നെങ്കിൽ ഹൈ സ്റ്റേറ്റ് അല്ലെങ്കിൽ ലോ സ്റ്റേറ്റ്, 0 and 1 ഈ രണ്ട് സ്റ്റേറ്റ് മാത്രമേ ഡിജിറ്റൽ റൈറ്റിനുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു ലിമിറ്റേഷൻ ഡിജിറ്റൽ റൈറ്റിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ഡിവൈസിൻ്റെയും പവർ ഡെലിവറി കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പോകുന്നത്? അനലോഗ് റൈറ്റ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അനലോഗ് റൈറ്റ് ഫംഗ്ഷൻ പോകുന്നതിന് മുന്നേ നമുക്കറിയാം നമുക്ക് രണ്ട് സിഗ്നലാണ് ഉള്ളത്. ഒന്ന് അനലോഗ് സിഗ്നലും അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നലും അല്ലേ. അപ്പോൾ ഈ അനലോഗ് സിഗ്നലിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് സെറ്റ് ഓഫ് വാല്യൂസാണ് കിട്ടുന്നത് അല്ലേ. എനിക്ക് 1, 2, 3, 4, 5 അപ്പോൾ 0 തൊട്ട് 5 വോൾട്ട് വരെ എനിക്ക് ഏത് വാല്യൂ അല്ലെങ്കിൽ ടച്ച് ചെയ്യാം. 1, 1.1, 1.2 അല്ലെങ്കിൽ 1.23 അല്ലെങ്കിൽ 2, 2.1, 2.5 അപ്പോൾ നമുക്ക് നടുക്കത്തെ വാല്യൂസ് ഒക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് 5 വോൾട്ട് എത്തിക്കാം. അതുപോലെ എനിക്ക് ഇൻറ്റൻസിറ്റി കുറച്ചും കൊണ്ടു അല്ലെങ്കിൽ വോൾട്ടേജ് ലെവൽ കുറച്ചും കൊണ്ടുവരാൻ പറ്റും. സ്മൂത്ത് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ അർഡിനോ മൈക്രോ കൺട്രോളർ DC സപ്ലൈയിൽ വന്ന് വർക്ക് ചെയ്യുന്നതും കൊണ്ടും ഓൾസോ അതൊരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന് അണ്ടറിൽ വരുന്നതായതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ IC നമ്മൾ ഔട്ട്പുട്ട് വരുമ്പോൾ ഡിജിറ്റൽ സിഗ്നലാണ് നമുക്ക് തരുന്ന ഔട്ട്പുട്ട്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നലിൻ്റെ പ്രശ്നം എന്താണ്? ഒരു ഹൈ സ്റ്റേറ്റും ഒരു ലോ സ്റ്റേറ്റും മാത്രമേ ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടിന്യൂസ് സെറ്റ് ഓഫ് വാല്യൂസ് കിട്ടത്തില്ല. അപ്പോൾ 0 വോൾട്ട് 1 വോൾട്ട് 2 വോൾട്ട് ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? അനലോഗ് റൈറ്റ് എന്ന ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അനലോഗ് റൈറ്റ് എന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ബേസിക്കലി നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആ അനലോഗ് റൈറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലിൻ്റെ ഒരു ബിഹേവിയറിലോട്ട് ചേഞ്ച് ചെയ്യും. നമുക്ക് കൺവേർഷൻ എല്ലാം നടക്കുന്ന ഡിജിറ്റൽ സിഗ്നൽ അനലോഗ് സിഗ്നലായിട്ട് മാറുമല്ല, ഡിജിറ്റൽ സിഗ്നലിൻ്റെ നമ്മൾ അനലോഗ് സിഗ്നലിൻ്റെ രീതിയിലോട്ട് നമ്മൾ ഒരു ബിഹേവിയർ അതുപോലെ നമുക്ക് അച്ചീവ് ചെയ്യാൻ നോക്കുകയാണ്. അതായത് നമുക്ക് എല്ലാ സെറ്റ് ഓഫ് വാല്യൂസും നമുക്ക് കിട്ടാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യാനാണ് നോക്കുന്നത് യൂസിങ് അനലോഗ് റൈറ്റ് ഫംഗ്ഷൻ. അപ്പോൾ അതിനു വേണ്ടി അത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ PWM സിഗ്നലാണ്. ഓക്കെ, PWM സിഗ്നൽ എന്താണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. നമുക്ക് നമ്മുടെ ഡിജിറ്റൽ പിൻ ഉണ്ടല്ലോ, അതായത് 0 തൊട്ട് 13 വരെ ഉള്ള ഡിജിറ്റൽ പിന്നകത്ത് ചില പിന്നുകളിനകത്ത് നമുക്കൊരു ഈ ഒരു സിമ്പിൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിമ്പിൾ കാണുന്ന പിൻ ഏതൊക്കെയാണോ അതാണ് നമ്മുടെ PWM പിൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ആർഡിനോ ബോർഡിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ ആ PWM പിൻ എന്ന് പറഞ്ഞാൽ 3, 5, 6, 9, 10, 11. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡിജിറ്റൽ PWM പിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ആ PWM പിൻ എന്താണെന്നൊക്കെ നമുക്ക് പതുക്കെ മുന്നോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ബേസിക്കലി PWM എന്ന് പറഞ്ഞാൽ പൾസ് വിത്ത് മോഡുലേഷൻ. ഓക്കെ, പൾസ് വിത്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കാണ്. ഓക്കെ, അപ്പോൾ ആ ടെക്നിക്കിൻ്റെ യൂസേജ് എന്താണ്? ഓഫ് കോഴ്സ് നമുക്ക് പവർ ഡെലിവറി ഒരു ഡിവൈസിലോട്ട് പോകുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു സെറ്റ് ഓഫ് പാരാമീറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ചേഞ്ച് ചെയ്യുമ്പോൾ അതായത് ഡ്യൂട്ടി സൈക്കിൾ എന്ന പാരാമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് അല്ലെങ്കിൽ ആ പവർ ഡെലിവർ ആക്കി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ PWM ടെക്നിക്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലിൻ്റെ രീതിയിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സെർട്ടൺ സെറ്റ് ഓഫ് വാല്യൂസ് നമുക്ക് അതിൽ പ്രൊവൈഡ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ PWMത്തിൽ നമുക്ക് വരുന്നൊരു ഒരു കൺസെപ്റ്റാണ് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു വേവ് എടുക്കുമ്പോൾ ഇതൊരു വേവാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമുക്ക് അനലോഗ് സിഗ്നലിനകത്ത് ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു സൈക്കിളായിട്ട് കൺസിഡർ ആക്കുന്നത് അല്ലേ, അനലോഗ് സിഗ്നലിനകത്ത്. ഡിജിറ്റൽ സിഗ്നലിനകത്ത് ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്.
ഓക്കെ, ഇത് ടോട്ടൽ ടൈമാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇപ്പം സപ്പോസ് ഇത് ടോട്ടൽ ടൈം ഒരു 10 മില്ലി സെക്കൻഡാന്ന് വിചാരിച്ചോ. ഓക്കെ, 10 മില്ലി സെക്കൻഡ്. അപ്പോൾ ഈ 10 മില്ലി സെക്കൻഡിൽ എത്ര നേരം, അല്ലെങ്കിൽ ഇവിടെയും 10 സെക്കൻഡ്. ഓക്കെ, ഇത് ഇവിടെയും ഡിജിറ്റൽ സിഗ്നലും, അപ്പോൾ ഇവിടെയും ഡിജിറ്റൽ സിഗ്നലും നമുക്ക് 10 മില്ലി സെക്കൻഡാണ് സപ്പോസ് ടോട്ടൽ ടൈം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ടോട്ടൽ ടൈമിൽ എത്ര നേരം വോൾട്ടേജ് ഹൈ ആയി നിന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ദ പെർസെൻറ്റേജ് ഓഫ് ടൈം, ഓക്കെ, ഡെഫിനേഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദ പെർസെൻറ്റേജ് ഓഫ് ടൈം സിഗ്നൽ ഈസ് ഹൈ ഓൺ 1 സൈക്കിൾ. ഓക്കെ, അപ്പം ടോട്ടൽ ടൈമിൽ ഒരു സൈക്കിളിനകത്ത് എത്ര നേരം അത് ഓണായി നിന്നു, എത്ര നേരം അത് ഓണായി നിന്നു, ആ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ആണ് നമുക്ക് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 50% എന്ന് പറഞ്ഞാൽ 50% ടൈം ലൈക്ക് അത് ഓണായി നിന്നെന്നാണ് എൻ്റെ അർത്ഥം. എക്സാമ്പിൾ ഞാൻ കാണിക്കാം. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇതാണ് വേവ് എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വേവിനകത്ത് ഇങ്ങനത്തെ പൾസ് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇത് പൾസാണ്. PW എന്ന് പറഞ്ഞാൽ പൾസ് ആണല്ലോ, ഡിജിറ്റൽ സിഗ്നൽ ആണ്, പക്ഷെ ഒരു പൾസ് ആണ് നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് ഒരു സൈക്കിള്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കിൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാൻ പറ്റും 50% ടൈം ഇത് ഓൺ ആയിരുന്നു, 50% ഇത് ഓഫ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ എന്താണ്? 50%. ഈ ഒരു വേവ് ഒരു സൈക്കിളിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന 75% ടൈമും ഓൺ ആണ്, 25% ഓഫ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു പെർസെൻറ്റേജ് കണക്കാണ് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണ്. ബേസിക്കലി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ ഇത് ഒരു സൈക്കിളാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സൈക്കിളിനകത്ത് ടോട്ടൽ ടൈം പീരീഡ് 10 മില്ലി സെക്കൻഡ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ടോട്ടൽ ടൈം പീരീഡ് 10 മില്ലി സെക്കൻഡ് ആണെങ്കിൽ 10 മില്ലി സെക്കൻഡ് താഴെ ഡിനോമിനേറ്റർ എഴുതുക, എത്ര നേരം അത് ഹൈ ആയി നിന്നോ ആ ടൈം പീരീഡ് മുകളിൽ എഴുതുക. അപ്പോൾ 5/10 × 100 50% ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, സിമ്പിളാണ്. ഇനി നമുക്ക് വേറെ കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി സൈക്കിൾ അല്ലാതെ തന്നെ നമുക്ക് PWൻ്റെ റെസൊല്യൂഷൻ ഒന്ന് നോക്കേണ്ടി വരും. നമ്മൾ അനലോഗ് റീഡ് യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് നിങ്ങളൊരു വീഡിയോ ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ പറ്റും. നമ്മൾ അനലോഗ് റീഡ് യൂസ് ചെയ്തപ്പോൾ ബേസിക്കലി നമുക്ക് 10 ബിറ്റ് റെസൊല്യൂഷൻ ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ 10 ബിറ്റ് റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 2⁻10, അതായത് 1024 അല്ലേ. അപ്പോൾ 0 to 1023 വരെ ആയിരുന്നു അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് സൈസ്. അപ്പോൾ അനലോഗ് റീഡിൻ്റെ വാല്യൂസ് നമുക്ക് എന്ത് കിട്ടിയാലും നമുക്ക് 0 to 1023 വരെ അതിൻ്റെ റെസൊല്യൂഷൻ നമുക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ PWM ഇതിൻ്റെ കേസിൽ വേറെയാണ് വാല്യൂസ് വരുന്നത്. 10 ബിറ്റ് അല്ല, അതിന് 8 ബിറ്റാണ് വരുന്നത്. അപ്പോൾ 8 ബിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് എത്രയാണ്? 256. അപ്പോൾ 256 ആയിരിക്കും ഇതിൻ്റെ സ്റ്റെപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ. അത് ബേസിക്കലി 0 to 255 വാല്യൂസ് ആയിരിക്കും നമുക്ക് റെസൊല്യൂഷൻ ആയിട്ട് കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ PWM വാല്യൂസ് എന്ന് പറയും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ വോൾട്ടേജ് ഉണ്ടല്ലോ, നമ്മുടെ വോൾട്ടേജ് എത്ര? 0 to 5 വോൾട്ടാണ് അല്ലേ. നമ്മൾ ടോട്ടൽ വോൾട്ടേജ് എത്ര വരാൻ പോകുന്നത്? 5 വോൾട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഈ 0 to 5 വോൾട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ 0 to 255 സ്പ്ലിറ്റ് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ 0 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതുമ്പോൾ PW വാല്യൂ എത്ര ആയിരിക്കും? 0. 255 എന്ന് പറഞ്ഞ് PWM വാല്യൂ ആണെങ്കിൽ എത്ര ആയിരിക്കും? അത് ബേസിക്കലി 5 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ നേരെ പകുതി ഏകദേശം 127 വരുമല്ലോ. അപ്പോൾ 127 PWM വാല്യൂ നമ്മൾ അഡിന് കൊടുക്കുകയാണെങ്കിൽ 2.5 വോൾട്ട് ആയിട്ട് അതിനെ കൺസിഡർ ആക്കും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ PWM വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പവർ ഡെലിവറി അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ വാല്യൂ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് പ്രോഗ്രാമിൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് പതുക്കെ എക്സാമ്പിൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ആദ്യം LED എന്ന് എടുക്കാം. അപ്പോൾ LEDക്ക് അത് നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അനലോഗ് റൈറ്റ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അനലോഗ് റൈറ്റ് എന്ന ഫംഗ്ഷൻ എഴുതുക, പിൻ നമ്പർ എഴുതുക, പിന്നെ PWM വാല്യൂ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി PWM വാല്യൂ ആണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എവിടെ നിന്ന് പോകാൻ പറ്റുന്ന പറഞ്ഞാൽ 0 to 255 വരെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വാല്യൂ 0 കൊടുക്കുകയാണെങ്കിൽ പിൻ നമ്പർ 11ലാണ് കൊടുത്തിരിക്കുന്നത്. 11ലാണ് PWM പിൻസ് ഉള്ളത്. PWM പിൻസ് ഉള്ളത് ഏതൊക്കെയായിരുന്നു? 11, 10, 9, 6, 5, 3 ഇതൊക്കെ നമുക്ക് PWM പിൻ. അപ്പോൾ ഞാൻ 0 എന്ന് കൊടുത്തപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചത്? 0 വോൾട്ട് എന്ന് വന്നു. ഓക്കെ, പിന്നെന്താ ഉള്ളത്? ഞാൻ നേരത്തെ പോലെ 127 കൊടുക്കുന്നു വിചാരിച്ചു. 127 കൊടുക്കുമ്പോൾ
ഏകദേശം നമുക്ക് 2 വാല്യൂ വരുന്നുണ്ട്, കണ്ടോ PWM. അതുപോലെ ഞാൻ 255 കൊടുക്കുമ്പോൾ നമുക്ക് നടക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ 4.4 വോൾട്ട് വരെ എത്തി, കണ്ടോ എല്ലാ വാല്യൂസും നമുക്ക് ഹയസ്റ്റ് വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് നമുക്കൊരു ഇതിൻ്റെ സെറ്റ് ഓഫ് വാല്യൂസ് മൊത്തം നമുക്കൊന്ന് ട്രാവൽ ചെയ്ത് നോക്കാം. ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട്, ഫോർ ലൂപ്പ് ഞാൻ നിങ്ങളെ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നില്ല, നെക്സ്റ്റ് നമ്മൾ വീഡിയോ ഒക്കെ നമ്മൾ ഫോർ ലൂപ്പ് ഒക്കെ ഡിസ്കസ് ആക്കും. പക്ഷെ നമ്മൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു വാല്യൂ നമുക്ക് കാണാം. ലൈക്ക് ഞാൻ പറഞ്ഞ സംഭവം ഇവിടെ പ്രൂവ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് നോക്കിയാൽ മതി. നിങ്ങൾ PWM വാല്യൂ എടുക്കുമ്പോൾ കണ്ടോ സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ ആ വോൾട്ടേജിൻ്റെ പൾസ് ഉണ്ടല്ലോ, പൾസിന് നമ്മൾ ഡ്യൂട്ടി സൈക്കിൾ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്യൂട്ടി സൈക്കിൾ വേരി ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന എന്താണ്, വോൾട്ടേജ് വേരിയേഷൻ നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ അനലോഗ് വാല്യൂസ് നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യുക. അതായത് ഇവിടെ വരുന്ന സിഗ്നൽ എന്താണ്, ഡിജിറ്റൽ സിഗ്നൽ തന്നെയാണ്, പക്ഷേ നമുക്കത് കിട്ടുന്ന എന്ത് രീതിയിലാണ്, അനലോഗ് വാല്യൂസ് രീതിയിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ PWM വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് കുറേ ഇൻറ്റൻസിറ്റി ടച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് പറഞ്ഞാൽ ഒരു മോട്ടർ കൊടുക്കുക, DC മോട്ടർ കൊടുക്കുകയാണെങ്കിലും ഇത് സെയിം സിറ്റുവേഷൻ ആയിരിക്കും നടക്കുന്നത്. നമുക്ക് ലൈക്ക് മുന്നോട്ട് അതിൻ്റെ RPM നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമ്മളൊരു പൊട്ടൻഷ്യൽ മീറ്റർ വെച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ എനിക്ക് മൊത്തത്തിൽ ഒരു കൺട്രോൾ കിട്ടും. നോബ് വെച്ച് നമുക്ക് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ മുന്നോട്ടുള്ള എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ആക്കും. ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ അനലോഗ് റൈറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് അനലോഗ് റൈറ്റിൻ്റെ യൂസ് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഒരു PWM വാല്യൂ നമുക്ക് അസൈൻ ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ സിമ്പിളി അനലോഗ് റൈറ്റ് എഴുതുക, പിൻ നമ്പർ എഴുതുക, ഓൾസോ ലൈക്ക് നമുക്ക് PWM വാല്യൂ, അതായത് എത്ര വോൾട്ടേജ് ലെവലാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് 60 എന്ന് പറയുമ്പോൾ 60/255 23.5% ഡ്യൂട്ടി സൈക്കിളിലായിരിക്കും നമ്മുടെ മൊത്തം കോഡും വർക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ടോട്ടൽ എന്താ പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അനലോഗ് റൈറ്റിൻ്റെ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ആൻഡ് നമുക്ക് അടുത്ത സെഷനിൽ കാണാം.